ഇവരുടെ ചാനൽ അല്ലെങ്കിൽ ഇവരുടെ വീഡിയോ വൈറലായത്. അതല്പം ബുദ്ധിമുട്ടാണ്. അതിനൊരു എളുപ്പ വഴിയുണ്ട്. ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ ഉണ്ട് കാണാൻ. അപ്പോൾ നമ്മളിവിടെ കുറേ ചട്ടികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫുഡ് ആൻഡ് ഫൈലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ രണ്ടുപേരെ പരിചയപ്പെടുത്താൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ കമ്പനിക്ക് ഇത് റിഫു ഉണ്ട്, അതുപോലെ തന്നെ റിസു ഉണ്ട്. അപ്പോൾ നമ്മളെ നെയ്ബേഴ്സാണ്. അവരാരൊക്കെയെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നമ്മളെ തൊട്ട നെയ്ബേഴ്സാണ്. ഇവിടെ പൂവളപ്പിൽ അബ്ദു കാക്കാൻ്റെയും അതുപോലെ തന്നെ ബുഷ്റാത്താൻ്റെയും മക്കളായിട്ടുള്ള സനു മനുവിനാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, ഹായ്. അപ്പോൾ ഇതാണ് നമ്മുടെ സനു മനു, നമ്മുടെ ട്വിൻസ് വേൾഡ് ചാനലിൻ്റെ മുതലാളിമാരാണ്. അപ്പോൾ ആരാണ് സനു എന്ന് പരിചയപ്പെടുത്തുന്നത്? സനു അതുപോലെ തന്നെ മനു. ഞങ്ങൾ സനു മനു എന്നാണ് വിളിക്കുക അവരെ. ഓക്കെ, അപ്പോൾ നിങ്ങളെ ശരിക്കുള്ള പേര് എങ്ങനെയാണ്? ഷമീം അല്ലേ? അപ്പോൾ നമുക്കറിയാം ഈ ലോക്ക്ഡൗൺ സമയത്ത് നിരവധി യൂട്യൂബ് ചാനലുകൾ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് തുടങ്ങിയിട്ടുള്ള ഒരു ചാനലാണ് നമ്മുടെ സനു മനുവിൻ്റെ ട്വിൻസ് വേൾഡ്. അപ്പോൾ ഇതിനകത്ത് ഇവരെങ്ങനെയാണ് വൈറലെന്ന് വെച്ചാൽ ഇവർ ചെടിച്ചട്ടി നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വളരെ ഈസി ആയിട്ട് അതുപോലെ തന്നെ ചിലവ് കുറഞ്ഞ രീതിയിൽ വീട്ടിൽ എങ്ങനെയാണ് ചെടിച്ചട്ടി നിർമ്മിക്കുക എന്നുള്ള വീഡിയോ കാണിച്ചുകൊണ്ടാണ് ഇവരുടെ ചാനൽ അല്ലെങ്കിൽ ഇവർ വീഡിയോ വൈറലായത്. അപ്പോൾ ആദ്യം നിങ്ങൾ ഒരു വീഡിയോ ഇട്ടു അല്ലേ? അപ്പോൾ അതിന് നല്ല വ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം നിങ്ങൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടാണ് ഡൗട്ടൊക്കെ ആൾക്കാർ ചോദിച്ചു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ വീഡിയോയിലുള്ള ആളുകൾ ചോദിച്ച ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ട് തന്നെ രണ്ടാമത്തെ വീഡിയോ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടു അല്ലേ? അപ്പോൾ അതിൽ ഇപ്പോൾ ഏകദേശം എത്ര വ്യൂ വന്നിട്ടുണ്ട്? 32,000-ലധികം വ്യൂ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ രണ്ടാമത്തെ വീഡിയോ 32,000-ൽ പരം ആളുകൾ കണ്ടിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ കുറച്ച് മെറ്റീരിയൽസ് ഉപയോഗിച്ച് വീട്ടിൽ എങ്ങനെയാണ് ചെടിച്ചട്ടി നിർമ്മിക്കുക എന്നുള്ള വീഡിയോ ആണ് ഇവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് നമ്മുടെ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ആ വീഡിയോ ഒക്കെ കണ്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇതിലേക്ക് ഇങ്ങനൊരു വീഡിയോ ചെയ്യാന്നുള്ള പ്ലാൻ ആയിരുന്നായിരുന്നു? അത് ഉമ്മ പണ്ട് തന്നെ ചെടിമൊക്കെ ഉള്ള താല്പര്യമുള്ള ആളാണ്. അപ്പോൾ ചെടിച്ചട്ടികളൊക്കെ വാങ്ങിക്കലുണ്ട്. അപ്പോൾ യൂട്യൂബിൽ ഞങ്ങളൊരു വീഡിയോ കണ്ടു, അത് ഉണ്ടാക്കൽ തുടങ്ങി ഉമ്മ. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ഐഡിയ തോന്നി, നമുക്ക് ചാനലുണ്ടായിരുന്നു അന്ന്. ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടുക എന്നുള്ള ഒരു ഐഡിയ തോന്നിയിട്ട് കറക്റ്റ് സപ്പോർട്ടായിട്ട് ഉമ്മക്ക് ഉണ്ട് കൂടെ അല്ലേ? പിന്നെ ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? താത്ത സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവിടെ ഇല്ല, ഗൾഫിലാണ് അല്ലേ? അപ്പോൾ പല ആളുകളും നമുക്കറിയാം, കുട്ടികളൊക്കെ ഇപ്പോൾ മൊബൈലിൽ കളിച്ചിട്ടും ഗെയിം കളിച്ചിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇവർ ഉപകാരപ്രദമായ രീതിയിൽ നല്ല അടിപൊളി വീഡിയോ ചെയ്തുകൊണ്ടാണ് ഇവർ വൈറലായിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ട്വിൻസ് ബ്രദേഴ്സ് അപ്പോൾ നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്താൻ പറ്റിയിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇവരുടെ ചെടിച്ചട്ടികളുടെ നിർമ്മാണം നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഇവർ കാണിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ, അപ്പോൾ ഇവർ ഉണ്ടാക്കിയിട്ടുള്ള ചട്ടിയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഇവരിവിടെ വീട്ടിൽ തയ്യാറാക്കിയിട്ടുള്ള ചട്ടികളാണ്. നല്ല അടിപൊളിയായിട്ടുണ്ട്. പല സൈസിലുള്ള ചട്ടികൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവരുണ്ടാക്കിയിട്ടുള്ള ചട്ടികളെ പ്രത്യേകത ഇത് അത്യാവശ്യം നല്ല കട്ടിയുണ്ട്, അങ്ങനെ പെട്ടെന്ന് പൊട്ടിപ്പോകുന്നില്ല. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പെയിൻ്റൊക്കെ ചെയ്യാവുന്നതാണ്. വളരെ കുറഞ്ഞ ചിലവിൽ ചെയ്യാവുന്ന ഒരു മെത്തേഡാണ് ഇവർ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇവരുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് രണ്ടുപേരും ചട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കുന്നുണ്ട്. ആദ്യം തന്നെ നമുക്കൊരു ഇഷ്ടപ്പെട്ട ഡിസൈനിലുള്ള ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടി എടുക്കാം. ഇനി സിമെൻറ്റ് മിക്സിങ്ങിനായി നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് സിമെൻറ്റും 2 കപ്പ് മണലും ചേർക്കാം. എംസാൻഡ് ഇനി 2 കപ്പുള്ളത് 2.5 കപ്പായാലും പ്രശ്നമില്ല. ഇനിയിപ്പോൾ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനൊന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. വെള്ളം കൂടിപ്പോയി നമ്മുടെ ചെടിച്ചട്ടി നന്നാവില്ല. വെള്ളം കൂടാനോ കുറയാനോ പാടില്ല. സിമെൻറ്റ് മിക്സിൻ്റെ പരുവം ഈ വീഡിയോയിൽ കാണുന്നത് പോലെയാണ്. കയ്യിൽ പിടിച്ച് ഉരുട്ടിയാൽ ഉറച്ചു നിൽക്കുന്ന രൂപത്തിലുള്ള പരുവമാണ് വേണ്ടത്. ഇനി നമുക്ക് നമ്മുടെ ചട്ടി എടുത്തിട്ട് അതിലേക്ക് നന്നായി ഓയിൽ പുരട്ടി കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചട്ടി നന്നായിട്ട് എണ്ണ പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം നമ്മുടെ ചട്ടിയുടെ അടിഭാഗം ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ചട്ടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരിക്കലും ചട്ടകം യൂസ് ചെയ്യാൻ പാടില്ല. നമ്മൾ നമ്മുടെ വീട്ടിലുള്ള സ്പൂണും കയ്യിലുമാണ് യൂസ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ 1 ഇഞ്ച് കട്ടിയിൽ നമ്മൾ ചട്ടിയുടെ അടിഭാഗം നല്ല രീതിയിൽ പ്രസ് ചെയ്ത് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നമ്മുടെ അടിഭാഗം നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡ് ഭാഗം തുടങ്ങാം.
ഇനി നമുക്ക് നല്ല വൃത്തിയിൽ നമ്മുടെ സൈഡിൽ നമുക്ക് നല്ല പ്രസ് ചെയ്ത് തേച്ച് പിടിപ്പിക്കാം. നമ്മൾ നല്ല രീതിയിൽ തന്നെ പ്രസ് ചെയ്താലാണ് ചട്ടിയുടെ പുറം ഭാഗം നല്ല ഫിനിഷോടെ ഇരിക്കുകയുള്ളൂ. ഇനി നമുക്ക് അങ്ങനെ ഫുള്ളും ചെയ്തെടുക്കാം. ഇനി ഇതുപോലെ മുകളിലെ ഫുൾ ഭാഗവും നമുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾ ഉണ്ടാക്കുന്ന ചട്ടി വലുതാണെങ്കിൽ മിനിമം 1 ഇഞ്ചെങ്കിലും കട്ടി വേണം, അല്ലെങ്കിൽ പൊട്ടിപ്പോവാൻ സാധ്യത കൂടുതലാണ്. ചെറിയ ചട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് മാറ്റാവുന്നതാണ്. ഈ ചട്ടിയുടെ കട്ടി ഇത്രയാണ്, ഇത്രയെങ്കിലും മിനിമം വേണം. ഇപ്പോൾ നമ്മുടെ ചട്ടി നമ്മൾ കൈ ഉപയോഗിച്ച് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് സ്പൂൺ കൊണ്ട് നമ്മൾ എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ മിനുസപ്പെടുത്തിയെടുക്കാം. അങ്ങനെ നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് സൈഡ് ഭാഗം ഫുള്ളും ഫിനിഷ് ചെയ്തെടുത്തു. ഇനി നമുക്ക് കയ്യിലുപയോഗിച്ച് അടിഭാഗം ഫുള്ളും ഒന്ന് മിനുസപ്പെടുത്തിയെടുക്കാം. ഇനി അടുത്ത് നമ്മുടെ ചട്ടിയുടെ വക്കിൻ്റെ പണിയാണ്. അതല്പം ബുദ്ധിമുട്ടാണ്. അതിനൊരു എളുപ്പവഴിയുണ്ട്. അതിൻ്റെ ഉൾഭാഗത്ത് കറക്റ്റായിട്ട് ഇറങ്ങി നിൽക്കുന്ന മറ്റൊരു ചട്ടി എടുത്തിട്ട് അതിൻ്റെ വക്കൊന്ന് ലെവലാക്കി കൊടുത്താൽ മതി. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ ചെയ്യുക. ഇനി നമ്മൾ ചട്ടിയുടെ വക്ക് സ്പൂൺ ഉപയോഗിച്ച് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് മിനുസപ്പെടുത്തി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചട്ടിയുടെ വക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഇറക്കി വെച്ച ആ ചട്ടി നമുക്കതിൽ നിന്ന് റിമൂവ് ചെയ്യാം. ഇനി സ്പൂൺ ഉപയോഗിച്ച് ചട്ടിയുടെ ഉൾഭാഗത്ത് റഫായി എടുക്കുന്ന ഭാഗങ്ങളെല്ലാം നല്ല രീതിയിൽ മിനുസപ്പെടുത്തിയെടുക്കാം. ഇനി നമ്മുടെ ചട്ടിക്കൊരു ഹോൾ വേണം. ഒരു കമ്പ് ഉപയോഗിച്ച് നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചട്ടിയുടെ പണി ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചട്ടി ഇനി 24 മണിക്കൂർ കഴിഞ്ഞിട്ടേ എടുക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെ നമ്മുടെ ചട്ടി 24 മണിക്കൂറും ഇതിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണം. ഞങ്ങളിവിടെ 2 ചട്ടികൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കിയത് ഓറഞ്ച് ചട്ടിയാണ്. അത് നമുക്ക് അതിൽ നിന്ന് റിമൂവ് ചെയ്ത് നോക്കാം. ഈ ചട്ടിയുടെ കട്ടി കണ്ട് നിങ്ങൾ 1 ഇഞ്ച് ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മോൾഡ് ഇതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ ഇത് നമുക്ക് കമഴ്ത്തി വെക്കണം. കമഴ്ത്തി വെച്ചിട്ട് നമ്മൾ വെല്ലം കണ്ട് പൊന്തിച്ച് നോക്കുമ്പോൾ ആ മോൾഡ് നമുക്ക് ഊരിപ്പോരും. ഇനി അഥവാ നിങ്ങളുടെ ചട്ടി പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അല്പം ചൂടുവെള്ളം അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഒരു അല്പം നേരം കൊണ്ട് അത് ഊരി പോന്നോളും. പക്ഷെ ഞങ്ങളത് വേഗം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറത്ത് നമ്മൾ നല്ല രീതിയിൽ പ്രസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഫിനിഷിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചെടിച്ചട്ടിയുടെ മേൽ അടിക്കാൻ വേണ്ടി അല്പം വെള്ളവും സിമെൻറ്റും മിക്സ് ചെയ്ത് ഗ്രൗട്ട് ഉണ്ടാക്കിയെടുക്കണം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച ഗ്രൗട്ട് ചെടിച്ചട്ടിയുടെ എല്ലായിടത്തും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രൗട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്നുകൂടി മിനുസപ്പെടുത്താൻ വേണ്ടി നമ്മുടെ സ്പോഞ്ച് ഉപയോഗിച്ച് ഒന്ന് ഒരതി കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഗ്രൗട്ട് അടിച്ചതൊക്കെ നന്നായിട്ടൊന്ന് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളത്തിലിട്ട് വെക്കണം. ഇപ്പോൾ നമ്മുടെ വെള്ളത്തിലിട്ട് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് എടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നമ്മുടെ ചട്ടി 24 മണിക്കൂർ വെള്ളത്തിലിട്ടതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചട്ടി നമ്മൾ പെയിൻ്റ് അടിക്കണം. ഇപ്പോൾ പെയിൻറ്റ് നമുക്ക് ഏത് രീതിയിലുള്ള പെയിൻറ്റും അടിക്കാം. ഞങ്ങളിപ്പോൾ ഇവിടെ ചുവപ്പ് പെയിൻ്റാണ് അടിക്കുന്നത്. അതൊക്കെ നമ്മുടെ ഐഡിയനുസരിച്ച്. ഇനി നമുക്ക് മുഴുവനായിട്ട് ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ചട്ടിക്ക് പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ
പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ ഉണ്ട് കാണാൻ. അപ്പോൾ നമ്മളിവിടെ കുറേ ചട്ടികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കാനും വളരെയധികം സിമ്പിളാണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ നിങ്ങൾ ഫൈസലാക്കാൻ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഫുഡ് ആൻഡ് ഫൺ എന്ന് പറഞ്ഞ ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഇവർ ഡീറ്റെയിൽ ആയിട്ട് ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, അപ്പോൾ ഇത് കൂടാതെ തന്നെ നിങ്ങൾ വേറെയും ടൈപ്പ് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? കുക്കിംഗ് വീഡിയോസും ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കുക്കിംഗ് ഒക്കെ പഠിച്ചിട്ടുണ്ടോ? അല്ല, ഉമ്മ ചെയ്യുമ്പോൾ കൂടെ ഉമ്മ പറഞ്ഞു തരും. അപ്പോൾ ഞങ്ങൾ വീഡിയോയിൽ ഞങ്ങൾ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ചാനലൊക്കെ എങ്ങനെയാണ്, ആരൊക്കെയാണ് ഇത് എഡിറ്റ് ചെയ്യുന്നതും മറ്റു കാര്യങ്ങളൊക്കെ? ഡബ് ചെയ്യുന്നത് സനുവാണ് ചെയ്യാറില്ലേ കൂടുതലും? എഡിറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. വീഡിയോ ഒക്കെ രണ്ടാളും കൂടി ഇങ്ങനെ ഒപ്പിച്ച് ഷൂട്ട് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഒത്തിരി പേര് വീഡിയോ കണ്ടു, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാറുണ്ട് അല്ലേ? നിങ്ങൾക്ക് ഒരുപാട് കമൻസുകൾ കിട്ടാറുണ്ട്. അങ്ങനെ ആരെങ്കിലും കോൺടാക്ട് ചെയ്യാറുണ്ടോ? കോൺടാക്ട് ചെയ്തിട്ടില്ല, പക്ഷേ കമന്റ് കൂടി എല്ലാവരും ഇങ്ങനെ അഭിപ്രായം ചോദിച്ചു. അതുകൊണ്ട് നല്ലൊരു മോട്ടിവേഷൻ ആണല്ലോ. അപ്പോൾ ഇനിയും കൂടുതൽ വീഡിയോസ് ചെയ്യാൻ അതൊരു മോട്ടിവേഷൻ ആണല്ലേ? അതുപോലെ ഫ്രണ്ട്സും അതുപോലെ തന്നെ ക്ലാസ്മേറ്റ്സ് ഒക്കെ വീഡിയോ കണ്ടിട്ടൊക്കെ എന്താ അഭിപ്രായം പറയാറ്? നല്ല അഭിപ്രായം പറയാറ്. ഓക്കെ, അപ്പോൾ ഇവരുടെ ചാനൽ ലിങ്ക് നമ്മൾ പറഞ്ഞു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇവരെ പരിചയപ്പെടുത്താൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും ഫുഡ് ആൻഡ് ഫൺ പേരിൽ ഒരു ബിഗ് താങ്ക്സ് പറയണം. ഓക്കെ, അപ്പോൾ ഇനിയും നല്ല അടിപൊളി വീഡിയോസ് ചെയ്തുകൊണ്ട് ഇവർ ഇനിയും കൂടുതൽ വൈറലാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ താങ്ക് യു രണ്ടുപേർക്കും, സനു ആൻഡ് മനു രണ്ടുപേർക്കും താങ്ക്സ് പറഞ്ഞുകൊണ്ട് നമ്മൾ ബൈ പറയാണ്. ഓക്കെ, താങ്ക് യു.